കോട്ടയത്തെ ഒരു എയ്ഡഡ് സ്കൂളിലെ 3 അധ്യാപകരുടെ നിയമനം റദ്ദാക്കുന്നു. ഈ നിയമനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഇവർ അപ്പീൽ പോകുന്നു. അപ്പീൽ നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ അധ്യാപകരെ കോഴിക്കോട് വടകര സ്വദേശിയായ വിജയൻ എന്നൊരു റിട്ടയർഡ് അധ്യാപകനെ സമീപിക്കുന്നു. 2 ലക്ഷം രൂപ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥന് കൈക്കൂലിയായി നൽകിയാൽ ഈ നിയമനം പുനഃസ്ഥാപിച്ചു നൽകാമെന്നാണ് ഇവർ ഈ അധ്യാപകനെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. ആദ്യം 2 ലക്ഷം രൂപ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അത് 1.5 ലക്ഷം രൂപയായി കുറയ്ക്കുകയും ചെയ്തു. കൊച്ചിയിലെത്തുക, കൊച്ചിയിൽ വാട്ടർ മെട്രോ സ്റ്റേഷനടുത്തുള്ള അതായത് ഹൈക്കോടതി പരിസരത്തേക്ക് എത്തി ഈ പണം കൈമാറാമെന്നായിരുന്നു ധാരണ. ഈ അധ്യാപകരിൽ ഒരാൾ ഇത് വിജിലൻസിനെ അറിയിക്കുന്നു. അങ്ങനെ കോട്ടയം വിജിലൻസ് സംഘം എത്തുകയും ഈ പണം കൈമാറുന്നതിനിടെ ഈ വിജയനെ പിടികൂടുകയുമാണ് ചെയ്തത്. 1.5 ലക്ഷം രൂപയും വിജിലൻസ് പിടികൂടിയിട്ടുണ്ട്. എന്തായാലും ആരാണ് സെക്രട്ടേറിയറ്റിലെ ഒന്നിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാനെന്നാണ് ആദ്യഘട്ടത്തിൽ ഇയാൾ അധ്യാപകരോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് വിജിലൻസ് ചോദ്യം ചെയ്തപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ പേരാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ഏത് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ വ്യക്തത വരുത്താമെന്നാണ് ഇപ്പോൾ വിജിലൻസ് ഡിവൈഎസ്പി പറഞ്ഞിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് വിജിലൻസ് ഉണ്ട്, പോലീസ് വിജിലൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വളരെ അപകടമാണ്. അതുകൊണ്ട് അത്രയും സേഫായി മാത്രമേ ഏറ്റെടുക്കുള്ളൂ. ഇതിനിപ്പോ 4 പേര് കാണേണ്ടതാണ്. 4 പേര് എന്തിനാ 4 പേരതാണ് സാറേ 3 കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞത്. 50-ന്റെ 500-ന്റെ 3 കെട്ടുകളായിട്ട് കൊണ്ടുവരാനല്ല 4 പേർക്കുള്ളതാണ്. അത് അവർ കൈകാര്യം ചെയ്തോളൂ. കുറയ്ക്കാൻ പറ്റുമോ? എനിക്കൊന്നും ചെയ്യാനാവില്ല സാറേ. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം തരപ്പെടുത്താമെന്ന പേരിൽ കൈക്കൂലി വാങ്ങവെയാണ് കോഴിക്കോട് വടകര കീഴൽ UP സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനായിരുന്ന KP വിജയൻ കോട്ടയം വിജിലൻസ് യൂണിറ്റിന്റെ പിടിയിലായത്. സ്കൂളുകളിൽ നിയമിക്കപ്പെട്ടെങ്കിലും സാങ്കേതികമായി നിയമന പ്രശ്നം അനുഭവിക്കുന്ന അധ്യാപകരാണ് പ്രധാന ഇരകൾ. ഇത്തരം അധ്യാപകരുടെ മേൽവിലാസങ്ങൾ കണ്ടെത്താൻ സെക്രട്ടേറിയറ്റിൽ പ്രത്യേകം ആളുകളുണ്ട്. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ മുഖാന്തരം ഇത്തരം അധ്യാപകരുടെ നിയമനം ശരിയാക്കും. തുടർന്ന് ഇവരെ ബന്ധപ്പെട്ട നിയമന ഉത്തരവ് അധ്യാപകർക്ക് ലഭിക്കുന്നതിന് മുന്നേ ഇയാൾ ഇവരെ കാണിക്കും. തുടർന്നാണ് വിലപേശൽ. ഇപ്പൊ എന്നാണെന്ന് അറിയോ, അവർ RDD ചെന്നായിരുന്നു. അപ്പൊ RDD ചെന്നപ്പോഴത്തേക്ക് RDD-ന്ന് ഏതാണ്ട് ഒരു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കത്ത് വേണമെന്ന് കണ്ട് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ കത്ത് ഇത് വെച്ചിട്ട് അവിടെ കൊണ്ടുവരുത്ത് അവർ കത്ത് തരുമല്ലോ. അപ്പീലില്ലാന്നും പറഞ്ഞിട്ട് ഇതിൽ DG-യിൽ അപ്പീലില്ലാന്നും പറഞ്ഞ് കത്ത് വാങ്ങിച്ചാൽ മതി. അത് മതി, അത്രയേ ഉള്ളൂ. കഴിഞ്ഞു. അതൊരു ഒരാഴ്ച കൊണ്ട് കിട്ടും കേട്ടോ. ഇത്രയും റിസ്ക് ഉള്ളത് നിങ്ങളെ ഓർഡർ കണ്ടില്ലേ? അത് ഉണ്ടാക്കിയെടുക്കാനുള്ള റിസ്ക് അതിഭയങ്കരമായിരുന്നു. നിയമന ഉത്തരവ് നേരിൽ കാണുന്നതോടെ പലരും കൈക്കൂലി നൽകാൻ നിർബന്ധിതരാകും. ഈ ഉത്തരവ് കാണിച്ച പല അധ്യാപകരെയും പണം തന്നില്ലെങ്കിൽ നിയമനം റദ്ദാക്കുമെന്ന് പറഞ്ഞ ഭീഷണി മുഴക്കും. കോട്ടയം സ്വദേശിയും KSTA അധ്യാപക സംഘടനയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗത്തെയുമാണ് വിജയൻ ഇക്കുറി നിയമനം സ്ഥിരപ്പെടുത്താൻ എന്ന പേരിൽ വിളിച്ചത്. നിയമന ഉത്തരവ് കാണിച്ച് 2 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്.